തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൊയ്ത് ബി.ജെ.പി. പത്തനംതിട്ട എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി ആർ റാണി വിജയിച്ചു. യു.ഡി.എഫിലെ പഞ്ചായത്ത് അംഗം കൂറുമാറി അയോഗ്യയായതിനെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. യു.ഡി.എഫ് സ്ഥാനാർത്ഥിയെ 48 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി.ജെ.പി. പരാജയപ്പെടുത്തിയത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, ഇത് യു.ഡി.എഫ് കാലാകാലങ്ങളായി ജയിച്ചു വന്ന വാർഡായിരുന്നു. അവിടെ ബി.ജെ.പിയുടെ വിജയം 48 വോട്ടിനാണ്. കൃഷ്ണരാജ്, കോൺഗ്രസിന്റെ സീറ്റായിരുന്നു. കോൺഗ്രസ് സിറ്റിംഗ് സീറ്റാണ് ബി.ജെ.പി. പിടിച്ചെടുത്തിരിക്കുന്നത്. എഴുമറ്റൂർ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ റാണി ടീച്ചറാണ് വിജയിച്ചിരിക്കുന്നത്. ആർ റാണി 48 വോട്ടുകൾക്കാണ് വിജയിച്ചിരിക്കുന്നത്. കോൺഗ്രസിനും യു.ഡി.എഫിനും ഏറെ നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള വാർഡാണ് ഇത്. ഈ വാർഡാണിലാണ് ബി.ജെ.പി. സ്വാധീനം വളരെ വലിയ രീതിയിൽ ചെലുത്തിക്കൊണ്ട് ആ സീറ്റ് തന്നെ പിടിച്ചെടുത്തിരിക്കുന്നത്. ആകെ 5 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് പത്തനംതിട്ട ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. 5 വാർഡുകളിലെയും ഫലം ഇപ്പോൾ വന്നിട്ടുണ്ട്. 2 ബ്ലോക്ക് ഡിവിഷനുകളിലേക്കും 3 പഞ്ചായത്ത് വാർഡുകളിലേക്കുമായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. എഴുമറ്റൂർ പഞ്ചായത്ത്, നിരണം പഞ്ചായത്തിലെ 7-ാം വാർഡ്, കോന്നി അരുവാപുരം പഞ്ചായത്ത് 12-ാം വാർഡ്, ഇങ്ങനെ 3 പഞ്ചായത്ത് വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എഴുമറ്റൂർ പഞ്ചായത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബി.ജെ.പി. വലിയ വിജയത്തിൽ തന്നെ കോൺഗ്രസിന്റെ സ്വാധീന വാർഡ്, ഏറ്റവും കൂടുതൽ സ്വാധീനം കോൺഗ്രസിനുണ്ടായിരുന്ന പ്രദേശം പിടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത് നിരണം പഞ്ചായത്താണ്, 7-ാം വാർഡാണ്. കോൺഗ്രസിലെ റിജി കണിയമാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. 211 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിന്റെ വിജയം. നിരണം പഞ്ചായത്തിൽ 28 വർഷമായിട്ട് എൽ.ഡി.എഫിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. എൽ.ഡി.എഫ് കുത്തകയായി പിടിച്ചു വെച്ചിരുന്ന വാർഡായിരുന്നു ഇത്. മൂന്നാമത്തത് കോന്നി അരുവാപ്പുലം പഞ്ചായത്താണ്, 12-ാം വാർഡാണ്. അത് എൽ.ഡി.എഫ് നിലനിർത്തി. എൽ.ഡി.എഫിലെ സ്ഥാനാർത്ഥി മിനി രാജീവാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്. ഇനിയുള്ളത് 2 ബ്ലോക്ക് ഡിവിഷനുകളിലേക്കാണ്. കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഇളവള്ളൂർ ഡിവിഷനിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. യു.ഡി.എഫ് സ്ഥാനാർത്ഥി ജോളി ഡാനിയലാണ് അവിടെ വിജയിച്ചിരിക്കുന്നത്. 1309 വോട്ടുകൾക്കാണ് യു.ഡി.എഫിന്റെ വിജയം. 5-ാമത്തെ ബ്ലോക്ക് ഡിവിഷൻ, 5-ാമത്തെ വാർഡ് പന്തളം ബ്ലോക്ക് പഞ്ചായത്തിലെ വല്ലന ഡിവിഷനിലാണ്. അവിടെയും യു.ഡി.എഫിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. യു.ഡി.എഫ് അത് നിലനിർത്തിയിട്ടുണ്ട്. 245 വോട്ടുകൾക്കാണ് ശരത് മോഹൻ വിജയിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത് എഴുമറ്റൂർ പഞ്ചായത്ത് തന്നെയാണ്. ബി.ജെ.പിയുടെ വിജയം തന്നെയാണ്. 48 വോട്ടുകൾക്ക് ബി.ജെ.പി. സ്ഥാനാർത്ഥി ആർ റാണി വിജയിച്ചത് തന്നെയാണ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ ഇവിടെയും തന്നെ ഭരണമാറ്റം സംഭവിക്കുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്.